നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരാളുടെ തൊഴിലനുസരിച്ച് അയാളുടെ സ്റ്റാറ്റസ്. പണം ഉണ്ടോ പണം ഇല്ലേ അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. ഇത് നിങ്ങളുടെ അച്ഛൻ മനഃപൂർവ്വം എന്റെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടി ഓട്ടോയിട്ട് എന്റെ വീട്ടിലേക്ക് വന്നതാ. എന്റെ കാര്യവും ഒരു തരത്തിൽ പറഞ്ഞ അങ്ങനെ തന്നെയാ. എനിക്ക് താങ്ങായിട്ടൊരു മകനുണ്ടെന്ന് പറയാനേ പറ്റൂ. ഉപകാരം മുഴുവൻ ആ വന്ദനയ്ക്കും മാധവനും. എന്തൊക്കെയോ കൂടോത്രം ചെയ്ത് അതുങ്ങൾ രണ്ടും കൂടി എന്റെ മകൻ ജഗനെ എന്റെ തന്നെ ശത്രുവാക്കി കൊണ്ടിരിക്കുക. എങ്ങനുണ്ട്? അതൊക്കെ ഉടനെ അവസാനിക്കും. മാധവന്റെ വസ്തുവിന്റെ ആധാരം വരെ ഞാൻ സാറിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചില്ലേ? അതോടെ ജഗന്റെ റെക്കമെൻഡേഷനും പൊളിഞ്ഞു. മാധവൻ നായരുടെ ലോൺ എടുപ്പും തീർന്നു. ജഗൻ വിചാരിച്ച ഒരു പുല്ലും നടക്കില്ലെന്ന് മനസ്സിലായി. മാധവൻ നായരെ പോലീസ് സ്റ്റേഷനിൽ നടക്കാൻ ജഗൻ വിചാരിച്ചിട്ട് നടന്നോ? ഇല്ലല്ലോ. അതിന് മാധവൻ നായരുടെ മരുമകൻ വിക്രം വരേണ്ടി വന്നു. അങ്ങനെ പതിയെ പതിയെ ജഗന് മാധവൻ നായരുടെ വീട്ടിലുള്ള സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പക്ഷെ പണം കയ്യിലില്ലാത്തതുകൊണ്ട് ജഗൻ തൽക്കാലം പിന്നോട്ടടിച്ചു എന്ന് കരുതിയാ മതി. എടോ, ഇനിയൊരു അവസരം കിട്ടിയ അവൻ കൊടുങ്കാറ്റായിട്ട് തിരിച്ചു വരും. അതാണ് എന്റെ മകൻ ജഗൻ. സാറൊന്ന് അടങ്ങ് സാറേ. മാധവൻ നായരുടെ വീട്ടിൽ ഇനി ഉണ്ടാകുന്ന ആഭ്യന്തര ചുഴലിയിൽ പുറത്താവാൻ പോകുന്നത് നമ്മുടെ ജഗനാണ്. പുറത്താക്കുന്നത് മാധവൻ നായരുടെ വീട്ടിൽ പൂർണ്ണാധികാരം കൽപ്പിച്ചു കിട്ടിയ മരുമകൻ വിക്രമായിരിക്കും. അതുകൊള്ളാം. ജഗനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വിക്രം വിചാരിച്ചാൽ നടക്കും, ഉറപ്പ്. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. മാധവൻ നായരുടെ മരുമകൻ എന്ന അധികാരം ഉപയോഗിച്ച് വിക്രം ജഗനെ മാധവൻ നായരുടെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തെളിക്കാൻ പോവാ. കൊള്ളാം. അതോർക്കുമ്പോ തന്നെ മനസ്സിനൊരു സുഖം. ഫോൺ വെച്ചോ, ഞാനതൊന്ന് മനസ്സിൽ ഉറപ്പിക്കട്ടെ. അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ചോറ് ശരിയായോ അമ്മേ? നമ്മൾക്ക് ഇറങ്ങാൻ സമയമായി. ഞാൻ ഓഫീസിൽ പോകുന്ന വഴി മോളെ സ്കൂളിലാക്കിയിട്ട് പോവും. അമ്മ എന്തോ ഒന്നും മിണ്ടാത്തെ? അമ്മയ്ക്ക് എന്നോട് ദേഷ്യാണോ? അമ്മ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നേ? അതെനിക്കറിയില്ല. എന്നോട് ദേഷ്യപ്പെടാനും വെറുക്കാനുള്ള കാര്യങ്ങളല്ലേ ഞാൻ അറിയാതെ തന്നെ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചേച്ചിക്ക് അറിയാവുന്ന കാര്യമല്ലേ? അപ്പോഴൊക്കെ നിന്നോട് ദേഷ്യപ്പെടാനും ഒറ്റപ്പെടുത്താനും ഒന്നും അമ്മ ആഗ്രഹിച്ചിട്ടില്ല. ചില നേരത്തെ അമ്മയ്ക്ക് എന്നോടുള്ള പെരുമാറ്റം കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നത് ചേച്ചി. അതൊക്കെ നിന്റെ തോന്നല. വന്ദനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന അമ്മയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സമയമില്ലേ, നീ കുട്ടിയും കൊണ്ട് പോവാൻ നോക്ക്. മോളെ, നിനക്കിപ്പോ എന്താ അമ്മയെക്കുറിച്ച് അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? ഞാൻ പറഞ്ഞല്ലേ, എന്നെ തളർത്താനുള്ള വഴികളാ ഒളിഞ്ഞും തെളിഞ്ഞും ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കെതിരെ നടക്കുന്ന ചതികളെല്ലാം വളരെ കഴിഞ്ഞ് ഞാൻ അറിയുന്നത്. ഇപ്പൊ പുതിയ പ്രശ്നം വല്ലതും നടന്നോ എന്ന ഭയം കൊണ്ടാണ് ഞാൻ ചോദിച്ചു പോയത്.
ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പിറകെ മറ്റൊന്ന്. പ്രമാണം കാണാനില്ല, അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നു, ഗർഭം കലങ്ങുന്നു, അങ്ങനെ 100 കാര്യങ്ങൾ. ഏത് സമയത്തും അടുത്തത് നടക്കുന്നുള്ള അവസ്ഥ. കഷ്ടകാലം ഒഴിഞ്ഞൊരു നേരമില്ല. ചിലപ്പോ തോന്നുന്നു ചത്ത് കളഞ്ഞാലോ ഒന്ന്. മോളെ, പിന്നല്ലാതെ എപ്പോഴെന്ന് പഴി കേൾക്കാൻ ഞാൻ എന്ത് തെറ്റാ അമ്മേ ചെയ്തേ? മടുത്തു. ഹരിതയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് വന്ദനയാണെന്ന് പറഞ്ഞത് വന്ദനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചിരിക്കുക. അതിന്റെ വിഭ്രാന്തിയാ പാവം കാണിക്കുന്നതൊക്കെ. അറിയാം. അവളുടെ ഇപ്പോഴത്തെ ബലവും വിശ്വാസമൊക്കെ അമ്മയായ ഞാൻ മാത്രം. ഞാനും വൈകാതെ കൈവിട്ട് കളയുമെന്ന് അവളുടെ പേടി. ഇല്ല സുചിത്രേ, സുഖത്തിലും ദുഃഖത്തിലും ഞാൻ വന്ദനയ്ക്കൊപ്പം ഉണ്ടാവും. എന്റെ കുട്ടിയെ ഞാൻ കൈവിടില്ല. അവളുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനൊരു മോളെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. അമ്മ എത്രയും വേഗം വന്ദനയ്ക്ക് നല്ലൊരു വിവാഹം കണ്ടെത്തണം. വേണം മോളെ. പക്ഷേ ആ സുഭദ്രയും മകനും നല്ലതായിരുന്നു. പക്ഷേ അവര് ചില വിശ്വാസങ്ങളുടെ പേരിൽ വിവാഹമേ വേണ്ടാന്ന് വെച്ചു. ഭയങ്കര ഈശ്വരവിശ്വാസിയായിരുന്നു സുഭദ്ര. അവര് താലിമാല പൂജ ചെയ്യാൻ നേരം അപശകുനം പോലെ ഏതോ ഒരു ശക്തി ആ താലം തട്ടിക്കളഞ്ഞത്രേ. പിന്നെ അവിടെ വന്ന ഒരു സന്യാസി. അയാളുടെ പ്രവചനം അവരുടെ മനസ്സിനെ വല്ലാതെ പിന്തിരിപ്പിച്ചു. വന്ദനെ പോലൊരു നല്ല പെണ്ണിനെ അവര് വേണ്ടാന്ന് വെക്കൂ. അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറി തിരികെ വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നത്. നമുക്ക് നോക്കാം. ഹരി, ഞാൻ പറഞ്ഞാലൊന്നും അച്ഛൻ കേക്കില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മനോജ്, ഒരാളുടെ തൊഴിലനുസരിച്ച് അയാളുടെ സ്റ്റാറ്റസ്. പണം ഉണ്ടോ പണം ഇല്ലേ അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. ഇത് നിങ്ങളുടെ അച്ഛൻ മനഃപൂർവ്വം എന്റെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടി ഓട്ടോ ആയിട്ട് എന്റെ വീട്ടിലേക്ക് വന്നതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.